ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അറിയാണ്ടായാലും വരച്ച് പോയിക്കൊണ്ടിരുന്നത് ഇല്യൂഷൻ ആർട്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റണത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ 4 എണ്ണം വരയ്ക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പം കണ്ടപ്പോൾ സിമ്പിളാണല്ലോ വിചാരിച്ച് വരയ്ക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇതിൽ റിപ്പി വരച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം അതാണ് കൂടുതൽ സമയം എടുത്തത്. നമുക്ക് ആ റൗണ്ടിൽ കളർ ചെയ്ത് കൊടുക്കൽ മാർക്കറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഈ ഒരു റൗണ്ട് ചെയ്ത് വരുന്നത് ചെയ്യാനായിട്ട് അത്യാവശ്യം സമയമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. റോട്ടിൽ കൂടെ വണ്ടികൾ പോകുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കണത് കേട്ടോ. അത് നിങ്ങളൊന്ന് തൽക്കാലം ഒന്ന് അവോയ്ഡ് ചെയ്തോളൂ, ക്ഷമിച്ചോളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമായിട്ട് തോന്നി. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ വരയ്ക്കുന്നത് ഇതാണ്. ഇത് പ്രത്യേകിച്ച് ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. സിമ്പിളായിട്ട് ഇതുപോലെ അങ്ങോട്ട് വരച്ച് കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ മുഴുവൻ. പക്ഷേ ഇതും സമയമൊക്കെ എടുക്കും കേട്ടോ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇല്യൂഷൻ ആർട്ടൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ കുറേ കോൺസെൻട്രേഷൻ വേണം, കുറേ നമ്മളതിൽ ശ്രദ്ധിച്ച് സമയമെടുത്ത് വരയ്ക്കേണ്ട ഒരു കേസാണ്. എന്ന് വെച്ചാൽ ഒരു കള്ളി തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കള്ളിയിൽ നമ്മൾ പെന്ന് വെച്ചിട്ട് ഫില്ല് ചെയ്യണത് തെറ്റിപ്പോയി അത് മൊത്തം നമ്മൾ അത്ര നേരം പണിത് വെറുതെ ആവും. അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ നമുക്ക് അതന്നെ ഒരു ഡിസൈനാക്കി എടുക്കാൻ പറ്റുന്ന, മനസ്സിലായല്ലോ, അങ്ങനത്തെ സംഭവങ്ങളാണ് ഇത്. അപ്പോൾ അത് വിചാരിച്ച് തെറ്റിക്കേണ്ട കാര്യം. അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നില്ലേ അത് വേണ്ടായിരുന്നു, ഫസ്റ്റ് ആ ഒരു ഭാഗം മാത്രം മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ വരച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഈ 4 എണ്ണത്തിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏത് വരയ്ക്കാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയതെന്ന് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേറ്റവും എളുപ്പമാണ്. ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു സമയം കിട്ടി, എന്തെങ്കിലും വരയ്ക്കും വേണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ സിമ്പിളായിട്ട് ഞാൻ വരച്ചെടുത്ത ഒരു സംഭവമാണ് ഇത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതുപോലെ നമ്മൾ പെന്ന് വെച്ചിട്ട് വരച്ച് കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഡിസൈൻ കൊടുക്കുന്നു, ക്യാപ്പ് ഫില്ല് ചെയ്യുന്നു, അത്രയ്ക്കുള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. അതിനിപ്പോൾ നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ വീട്ടിലാരെങ്കിലും ഒഴിവായിട്ട് വെറുതെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വരച്ച് തരൂ, അങ്ങനെ പറഞ്ഞിട്ട് വരപ്പിച്ചെടുക്കാനും കൂടി പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. സംഭവം ഞാനൊരു എന്താ പറയുക വീഡിയോ കണ്ടിട്ട് തന്നെയാണ് വരച്ചത്. പക്ഷേ ഇത് വരച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ വരയ്ക്കണ്ടായിരുന്നു, ഇതിപ്പോൾ എന്താ സംഭവം എന്നായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. സംഭവം ഫുള്ളിങ്ങനെ വരച്ച് കഴിഞ്ഞ് വന്നപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ഓരോന്നിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞിതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ വലിയ സ്പേസ് നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്യണേക്കാളും ഇതുപോലെ കുഞ്ഞ് സ്പേസ് ഫില്ല് ചെയ്യൽ തന്നെയാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ അങ്ങനെ നമ്മളിത് വരച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, വേറെയും കുറേ വീഡിയോസും ഷോർട്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കേ.